ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ഡിന്നറിന് ചപ്പാത്തിയും പനീറും ആക്കാമെന്ന് വെച്ച് ഇന്ന് ചോറിലെ കഴിക്കുന്ന ഒരു വെറൈറ്റി. അതിന് ഞാൻ സവാള, തക്കാളി, മല്ലിയില, കരിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പനീർ അപ്പം മുറിച്ചില്ലായിരുന്നു, ഞാൻ മുറിച്ചെടുത്തു. എന്നിട്ട് പനീറിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി, അതൊക്കെ ഓരോരുത്തർ ആവശ്യത്തിനനുസരിച്ചാണ്, ഇത്തിരി ഉപ്പും ചേർത്ത് ഒന്ന് കുഴച്ച് വെച്ച് ഇനി ഇതൊന്ന് ഈ പനീറിലേക്ക് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ഞാനൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചായിരുന്നേ. എന്നിട്ടിത് പാൻ ചൂടാക്കി ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലിൽ ഒഴിച്ച് പനീറൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് എളുപ്പം ഒരു മിനിറ്റ് ഒന്ന് മൂപ്പിച്ച് തിരിച്ചും മറിച്ച് വിട്ട് എന്ന് വെച്ചാൽ അധികം നേരം ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് വല്ലാണ്ട് കട്ട് ചെയ്യും. അപ്പം സോഫ്റ്റായിട്ട് തന്നെ കഴിക്കണ്ടേ, അതിനായിട്ട് എല്ലാം ഒന്നിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് എല്ലാം തിരിച്ചിട്ടു. ഒരു 2 മിനിറ്റോളം കഴിഞ്ഞപ്പോഴത്തേന് പനീർ അതിൽ നിന്ന് കോരി മാറ്റി. ചപ്പാത്തിക്ക് ഞാൻ മാവ് നേരത്തെ കുഴച്ച് വെച്ചിരുന്നേ. അപ്പം പനീർ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ സവാളയും പച്ചമുളകും ഇത്തിരി ഇഞ്ചിയും എല്ലാം കൂടിയിട്ട് വഴട്ടിയെടുത്ത് സവാളയൊന്ന് വഴണ്ട് വരുമ്പം നന്നായിട്ട് വഴണ്ട് കഴിയുമ്പം വേണം നമുക്കതിലേക്ക് തക്കാളി ഇടാൻ. സവാള നന്നായിട്ട് വഴണ്ട് കിട്ടാൻ ഇത്തിരി സമയമെടുത്തു. എന്നിട്ട് അതിലേക്ക് തക്കാളിയും ചേർത്ത് വഴട്ടി നന്നായിട്ടൊന്ന് വാടുന്നവരെ വഴട്ടിയെടുത്ത് എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇളക്കി നമുക്ക് ആവശ്യത്തിന് ചാറ്, ഇവിടെ ഒത്തിരി ചാറ് കഴിക്കില്ല ആരും, അതുകൊണ്ട് ഞാനതൊന്ന് കുറുക്കിയെടുക്കാനൊക്കെ ഉണ്ട്. കുറേശ്ശെ വെള്ളം ചേർത്ത് ആവശ്യത്തിനാക്കിയെടുത്ത് ഇത്തിരി ചാറ് ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ച് കുറുക്കിയെടുത്തെടുത്ത് പിന്നെ അതിലേക്ക് പനീറിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ഞാനത് ആ ചാറിലൊന്ന് നന്നായിട്ട് ഇളക്കി പനീറിലൊക്കെ എല്ലാ ചാറെല്ലാം പിടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് അതൊന്ന് കുക്കായി വരാൻ വേണ്ടി. അതിലേക്ക് ഞാനൊരു ഇത്തിരി ഗരം മസാലപ്പൊടിയൂടെ ചേർത്ത്, എല്ലാവരും ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല, ഒരു ലേശം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി മല്ലിയിലയും കരിയാപ്പലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനത് വീണ്ടും തുറന്ന് അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി നോക്കും. നന്നായിട്ട് ഒരു ആവശ്യത്തിന് പാകത്തിനുള്ളൊരു ചാറ് പരുവായിട്ടുണ്ട്. അങ്ങനെ പനീർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ. ഇനി പനീറിൻ്റെ കൂടെ ചപ്പാത്തിയും കൂട്ടി കഴിച്ചാൽ ഓക്കെയാണ്. പനീർ ഇവിടെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് പനീർ കഴിക്കുന്നത്. പനീർ ചപ്പാത്തി, അങ്ങനെ പനീറും ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നമ്മുടെ രാത്രിയിലത്തെ ഡിന്നർ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് നോക്കണേ. ചിലർക്കൊന്നും പനീർ ഇഷ്ടമല്ലല്ലോ.